മോട്ടോർ ബൈക്ക് മോഷണ കേസിലെ പ്രതിയെ മോഷ്ടിച്ചെടുത്ത ബൈക്കുമായി കൊരട്ടി പോലീസ് പിടികൂടി. മേലൂർ ശാന്തിപുരം നിലപന വീട്ടിൽ ലിബിനാണ് പിടിയിലായത്. പീച്ചി കനാലിന് ചോർച്ച. കോലഴി കനാലിലെ സ്ലാബ് തകർന്നിട്ട് മാസങ്ങളായി. കനാലിലെ മഴവെള്ളം ചോർന്ന് കോലഴി പൂവണി വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമാക്കി. വീണ്ടും കനാൽ വെള്ളം തുറന്നുവിടാൻ ദിവസങ്ങൾ മാത്രമാണുള്ളത്. ആയുർവേദാചാര്യൻ പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിന്റെ 14ാമത് അനുസ്മരണം ചാലക്കുടി നഗരസഭയുടെയും അനുസ്മരണ സമിതിയുടെയും നേതൃത്വത്തിൽ നഗരസഭ ജൂബിലി ഹാളിൽ നടത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മോട്ടോർ ബൈക്ക് മോഷണ കേസിലെ പ്രതിയെ മോഷ്ടിച്ചെടുത്ത ബൈക്കുമായി കൊരട്ടി പോലീസ് പിടികൂടി. മേലൂർ ശാന്തിപുരം നിലപന വീട്ടിൽ ലിബിനാണ് പിടിയിലായത്. ചാലക്കുടി സൗത്തിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലായിരുന്നു പ്രതി പിടിക്കുമ്പോൾ ഓടിച്ചിരുന്നത്. ചാലക്കുടി കൊരട്ടി അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നെല്ലാം പാർക്ക് ചെയ്തിരുന്ന മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചിരുന്നതായി പ്രതി പോലീസിനോട് പറഞ്ഞു. മോഷ്ടിച്ച ശേഷം വാഹനങ്ങൾ പൊളിച്ച് ആക്രിക്കടയിൽ വിൽപ്പന നടത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മേലൂരിൽ വെച്ച് SHO അമൃതരംഗന്റെ നേതൃത്വത്തിൽ നൈറ്റ് പെട്രോളിംഗ് നടത്തുമ്പോൾ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ബൈക്കിൽ വരുന്നത് കണ്ട് സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ചാലക്കുടി സൗത്തിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിലായിരുന്നു പ്രതി പിടികൂടുമ്പോൾ യാത്ര ചെയ്തിരുന്നത്. പ്രതിയെ കൊണ്ട് വാഹനങ്ങൾ പൊളിച്ചുവിറ്റ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിവിധ കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പറയപ്പെടുന്നു. SHO അമൃതരംഗൻ, SIമാരായ OG ഷാജു, CP ഷിബു, റെജിമോൻ NS, KA ജോയ്, ASI നാഗേഷ് KC, സീനിയർ CPOമാരായ സജീഷ് കുമാർ, ശ്യാം ആന്റണി, ഉണ്ണികൃഷ്ണൻ, CPOമാരായ ജോയ്, മണിക്കുട്ടൻ, ഹോംഗാർഡ് ജോയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്. മീഡിയ ടൈം, ചാലക്കുടി. പീച്ചി കനാലിന് ചോർച്ച. കോലഴി കനാലിലെ സ്ലാബ് തകർന്നിട്ട് മാസങ്ങളായി. കനാലിലെ മഴവെള്ളം ചോർന്ന് കോലഴി പൂവണി വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമാക്കി. വീണ്ടും കനാൽ വെള്ളം തുറന്നുവിടാൻ ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇതുവരെയും ചോർച്ച പരിഹരിച്ചിട്ടില്ല. കനാൽ വെള്ളം മെഡിക്കൽ കോളേജിൽ എത്തുന്നത് ദുഷ്കരമാകും. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സന്തോഷ് കോലഴി ഇറിഗേഷൻ അധികൃതർക്ക് പരാതി നൽകി. ആയുർവേദാചാര്യൻ പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിന്റെ 14ാമത് അനുസ്മരണം ചാലക്കുടി നഗരസഭയുടെയും അനുസ്മരണ സമിതിയുടെയും നേതൃത്വത്തിൽ നഗരസഭ ജൂബിലി ഹാളിൽ നടത്തി. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടിയിൽ നിന്ന് പത്മഭൂഷൺ ലഭിച്ച മറ്റൊരു വ്യക്തിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ലെങ്കിലും ആയുർവേദ രംഗത്ത് ഒരു ആചാര്യൻ എന്നുള്ള നിലയിലും പണ്ഡിതൻ എന്നുള്ള രീതിയിലും സാമൂഹ്യപരമായ ഇടപെടലുകൾ ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ചാലക്കുടിയുടെ യശസ് വാനോളം ഉയർത്തിയ വ്യക്തിത്വമായിരുന്നു രാഘവൻ തിരുമുൽപ്പാടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നഗരസഭാ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷനായി. പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, C സുരേഷ്, ഷിബു വാലപ്പൻ, VO പൈലപ്പൻ, TD എലിസബത്ത്, പ്രീതി ബാബു, ദീപു ദിനേശ്, ആനിപ്പോൾ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച ആയുർവേദ ഡോക്ടർമാർക്കുള്ള ഈ വർഷത്തെ രാഘവൻ തിരുമുൽപ്പാട് പുരസ്കാരം ഡോക്ടർ P റാം മനോഹറിന് MLA സമ്മാനിച്ചു. സാഹിത്യകാരൻ ശങ്കരപ്പണിക്കർ തുളസീദാസ് എഴുതിയ മലയാള നോവൽ, കഥ, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന 31 പുസ്തകങ്ങളുടെ പ്രകാശനം തൃശ്ശൂരിൽ നടന്നു. തൃശ്ശൂർ പ്രസ് ക്ലബ്ബ് MR നായർ ഹാളിൽ തൃശ്ശൂർ സാംസ്കാരിക അക്കാദമി സംഘടിപ്പിച്ച സാഹിത്യ സദസ്സിലായിരുന്നു പ്രകാശനം. സാഹിത്യകാരൻ വൈശാഖൻ ആദ്യ പുസ്തക പ്രകാശനം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളുടെ ആഴമുള്ള രചനകളാണ് ഉണ്ടാകേണ്ടതെന്ന് വൈശാഖൻ അഭിപ്രായപ്പെട്ടു. പഴയ അടി തട സിനിമ പോലെ പുസ്തക പ്രസാധനം മാറുന്നത് അപകടകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാംസ്കാരിക അക്കാദമി പ്രസിഡന്റ് അഡ്വക്കേറ്റ് AD ബെന്നി അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് VR സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. മോഹൻദാസ് പാറപ്പുറത്ത്, രാജൻ എലവത്തൂർ, ശങ്കരപ്പണിക്കർ, തുളസീദാസ്, TS രവീന്ദ്രൻ, KG ജയപ്രകാശ്, മാധവിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു. 31 പുസ്തകങ്ങൾ 31 സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരാണ് പ്രകാശിപ്പിച്ചത്. തുളസീദാസ് രചിച്ച കേരളഗാനത്തിന്റെ അവതരണവും ഉണ്ടായിരുന്നു. പുത്തൻചിറയിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ മാള പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ച ശേഷം നിയമവ്യവസ്ഥകളെക്കുറിച്ചും സ്റ്റേഷനിലെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്റ്റേഷൻ ASI രാജീവ് കേഡറ്റുകൾക്ക് ക്ലാസ് നൽകി. സ്റ്റേഷൻ സുരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, വയർലെസ് സംവിധാനങ്ങൾ എന്നിവ സ്റ്റേഷൻ റൈറ്റർ ASI സജി കേഡറ്റുകളെ പരിചയപ്പെടുത്തി. സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കുട്ടികളുമായി സംവദിച്ചു.
ഹെഡ് മിസ്റ്റേഴ്സ് മറിയം, യൂസഫ് കെ, അധ്യാപകരായ ഉപേന്ദ്രൻ, ലിൻസി തോമസ്, മാലാരാജ് എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി. ഇനി നാട്ടിൽ നടന്നത്. ആളൂർ സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ കണ്ണൻ എസ് വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു. സിസ്റ്റർ ട്രീസ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, സെന്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ ജോയ് കടമ്പാട്ട്, വാർഡ് മെമ്പർ സുബിൻ K സെബാസ്റ്റ്യൻ, PWA പ്രസിഡന്റ് ബിജു PA, സിസ്റ്റർ മരിയ ആന്റണി, പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ, കോർഡിനേറ്റർ സൂര്യ VS എന്നിവർ സംസാരിച്ചു. ആളൂർ പ്രസാദവരനാഥ പള്ളിയിൽ ഇടവക മധ്യസ്ഥ പ്രസാദവരനാഥയുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിനെയും സംയുക്ത തിരുനാൾ നവംബർ 22, 23, 24, 25 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 22 വൈകിട്ട് 6 ദിവ്യബലി, ലതീഞ്ഞ് നൊവേന, ഇലൂമിനേഷൻ, സ്വിച്ച് ഓൺ കർമ്മം, കലാസന്ധ്യ എന്നിവ ഉണ്ടാകും. 23 രാവിലെ 6:45 വിശുദ്ധ കുർബാന, തുടർന്ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, രാത്രി 11 അമ്പ പ്രദക്ഷിണം, സമാപനം എന്നിവ ഉണ്ടാകും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 7-നും 10-നും, പകൽ 3-നും ദിവ്യബലി, പകൽ 10-ന് പ്രസിഡന്റ് വാഴ്ച, രാത്രി 7-ന് പ്രദക്ഷിണം, സമാപനം എന്നിവ ഉണ്ടാകും. തുടർന്ന് വാനിൽ വർണ്ണമഴ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, വാദ്യമേളം എന്നിവ നടക്കും. തിങ്കൾ ആഴ്ച ടൗൺ അമ്പദിനത്തിൽ പള്ളിയങ്കണത്തിൽ രാത്രി 7-ന് ഈടം മെഗാ ഷോ ഉണ്ടാകും. വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, ജനറൽ കൺവീനർ സെബിൻ കൈതാരൻ, ട്രസ്റ്റിമാരായ ജോസ് മാളിയേക്കൽ, ബിജോഷ് മേക്കാട്ടുപറമ്പിൽ, ജോയ് വടക്കേപ്പിടുക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വികസനത്തിൽ രാഷ്ട്രീയം കണ്ടാൽ വികസന മുരടിപ്പിന് കാരണമാകുമെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് പറഞ്ഞു. വികസനത്തിന് ആദ്യം വേണ്ടത് മാസ്റ്റർ പ്ലാനാണ്. 10 വർഷം കഴിഞ്ഞാൽ കൊച്ചി കുടിവെള്ളക്ഷാമത്തിലേക്ക് മാറുകയാണ്. ഇത് പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഏഷ്യൻ വാട്ടർ ഡെവലപ്മെന്റുമായി സഹകരിച്ച് വാട്ടർ സപ്ലൈ സ്കീം നടക്കുകയാണെന്ന് തോമസ് പറഞ്ഞു. പറവൂരിന്റെ വികസന മുരടിപ്പും വികസനത്തിന്റെ ഭാവി സാധ്യതകളും എന്ന വിഷയത്തെപ്പറ്റി സെമിനാർ നടത്തി. CPM ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് സെമിനാർ നടന്നത്. പറവൂർ മുനിസിപ്പൽ പാർക്കിൽ നടന്ന സെമിനാർ പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി TR ബോസ് അധ്യക്ഷനായി. പ്രൊഫസർ PK രവീന്ദ്രൻ സെമിനാറിൽ മോഡറേറ്ററായി. TV നിതിൻ, MB സോമന്തഭദ്രൻ, PS ശൈല, KM ദിനകരൻ, K വിദ്യാനന്ദൻ, S രാജൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനയും നേത്ര സംരക്ഷണ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ആളൂർ SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ M ശ്രീനിവാസൻ നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് PD ദിനേശ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ധന്യ CR, ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബ് അംഗങ്ങളായ അഡ്വക്കേറ്റ് K കുഞ്ഞുമോൻ, സജിലേഷ് ബാലൻ, അനീഷ് കുഞ്ഞപ്പൻ, ശങ്കരൻകുട്ടി പെരുമ്പള്ളി, ആളൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ ജിഷ ബാബു എന്നിവർ സംസാരിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥ നടത്തി. കണ്ണമ്പള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ ആരംഭിച്ച വിളംബര ജാഥ റിയാലിറ്റി ഷോ താരം അമൻ സഗ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK ഫൽഗുണൻ, പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 23 മുതൽ ഡിസംബർ 1 വരെയുള്ള തീയതികളിൽ വിവിധ വേദികളിലായി കേരളോത്സവം നടക്കും. കൊടുങ്ങല്ലൂർ നഗരസഭ അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമ കേന്ദ്രം ഒരുക്കി. ശ്രീ കുരുമ്പ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രത്തിൽ അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവയ്ക്കുന്നതിന് സൗകര്യവും ഭക്ഷണവും കുടിവെള്ളവും എല്ലാ ദിവസവും സജ്ജമാക്കിയിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്. നഗരസഭ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ VS ദിനൽ അധ്യക്ഷത വഹിച്ചു. ലറ ഉണ്ണികൃഷ്ണൻ, LC പോൾ, KR ജൈത്രൻ, TS സജീവൻ, നഗരസഭാ സെക്രട്ടറി NK വൃജ, ഹെൽത്ത് സൂപ്പർവൈസർ രാജീവ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് തയ്യാറെടുക്കുന്ന കായിക താരങ്ങൾക്ക് പ്രചോദനവും പ്രോത്സാഹനവുമായി ജേഴ്സി സമ്മാനിച്ചുകൊണ്ട് മാതൃക തീർത്തിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ THSലെ 2007 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. സ്കൂൾ അസംബ്ലിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ 2007 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി അപ്പുവിൽ നിന്ന് സ്കൂൾ സൂപ്രണ്ട് ഷബാന P ഷാഫി, PTA വൈസ് പ്രസിഡന്റ് അജയൻ, സ്പോർട്സ് കൺവീനർ ആനന്ദ് ശിവരാജ്, സ്കൂൾ ടീം ക്യാപ്റ്റന്മാരായ മുഹമ്മദ് സിഹാൽ, സിദ ഫാത്തിമ എന്നിവർ ചേർന്ന് ജേഴ്സി ഏറ്റുവാങ്ങി. ചടങ്ങിൽ സൂപ്രണ്ട് ഷബാന P ഷാഫി, PTA വൈസ് പ്രസിഡന്റ് അജയൻ, 2007 ബാച്ച് പ്രതിനിധി അപ്പു എന്നിവർ സംസാരിച്ചു. വള്ളിവട്ടം ഉമ്മരിയ പബ്ലിക് സ്കൂളിൽ 24ാമത് ആനുവൽ സ്പോർട്സ് മീറ്റ് നടന്നു. ഇരിങ്ങാലക്കുട SHO അനീഷ് കരീം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ അനിത ബാബു, അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ സത്താർ, സ്കൂൾ സെക്രട്ടറി ഷാജി MS, ഷനാൻ AS എന്നിവർ മാർച്ച് പാസ്റ്റിന് നേതൃത്വം നൽകി.
കൊടുങ്ങല്ലൂർ മേത്തലപ്പാടം അയ്യപ്പ ഭജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദേശവിളക്ക് മഹോത്സവ ആഘോഷങ്ങൾ മുൻ ശബരിമല മേൽശാന്തി അഴകത്തുമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സുധി തേവാലിൽ അധ്യക്ഷത വഹിച്ചു. ഭദ്രദീപ പ്രകാശനം നാരായണൻകുട്ടി തന്ത്രികൾ നിർവഹിച്ചു. സ്ഥാപക അംഗങ്ങളെ ആദരിച്ചു. കൗൺസിലർമാരായ ജ്യോതി ലക്ഷ്മി, സ്മിത ആനന്ദൻ, EJ ഹിമേഷ്, ലക്ഷ്മി നാരായണൻ, KR സുധാകരൻ, TV ഷൺമുഖൻ, MD അശോക് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു. ദേശീയ ഫാർമസി വാരാഘോഷത്തോടനുബന്ധിച്ച് നിർമ്മല കോളേജ് ഓഫ് ഹെൽത്ത് സയൻസിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച മെഗാ ആരോഗ്യ പരിപാലന ബോധവൽക്കരണ റാലി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൗൺ ഹാൾ പരിസരത്തു നിന്നും ആരംഭിക്കുന്ന റാലി MLA സനീഷ് കുമാർ ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്യും. ഉച്ചതിരിഞ്ഞ് 2 നടത്തുന്ന സമാപന സമ്മേളനത്തിൽ നിർമ്മല ഇൻസ്റ്റിറ്റ്യൂഷൻസ് വൈസ് ചെയർപേഴ്സൺ ഡാലി സജീവ് അധ്യക്ഷയാകും. IPS സംസ്ഥാന ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ജോൺ ജോസഫ് മുഖ്യാതിഥിയാകും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ L സുദർശനൻ, EA ജോയ്, CV നന്ദകുമാർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മോട്ടോർ ബൈക്ക് മോഷണ കേസിലെ പ്രതിയെ മോഷ്ടിച്ചെടുത്ത ബൈക്കുമായി കൊരട്ടി പോലീസ് പിടികൂടി. മേലൂർ ശാന്തിപുരം നിലപന വീട്ടിൽ ലിബിനാണ് പിടിയിലായത്. പീച്ചി കനാലിന് ചോർച്ച. കോലഴി കനാലിലെ സ്ലാബ് തകർന്നിട്ട് മാസങ്ങളായി. കനാലിലെ മഴവെള്ളം ചോർന്ന് കോലഴി പൂവണി വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമാക്കി. വീണ്ടും കനാൽ വെള്ളം തുറന്നുവിടാൻ ദിവസങ്ങൾ മാത്രമാണുള്ളത്. ആയുർവേദാചാര്യൻ പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിന്റെ 14ാമത് അനുസ്മരണം ചാലക്കുടി നഗരസഭയുടെയും അനുസ്മരണ സമിതിയുടെയും നേതൃത്വത്തിൽ നഗരസഭ ജൂബിലി ഹാളിൽ നടത്തി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.